ഹലോ, നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ഒരുവിധം പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ പറ്റുന്ന ഒരു അടിപൊളി ഹോം മെയ്ഡ് ക്രീമാട്ടോ ഞാൻ കാണിച്ചിരുന്നത്. നമുക്ക് എല്ലാവർക്കും വീട്ടിൽ കിട്ടുന്ന സാധനം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു എളുപ്പത്തിലുള്ള ക്രീമാണ്. അതുപോലെ നമുക്കിത് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ച നമ്മുടെ പച്ചരിയില്ലേ, അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ലപോലെ അരച്ചെടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ ക്രീം വേണ്ടത് അതിനനുസരിച്ച് പച്ചരി എടുക്കാം കേട്ടോ. ഞാനിതാ കുറച്ച് ദിവസത്തേക്ക് മാത്രമാണ് ഉണ്ടാക്കി വയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ചാട്ടോ എടുക്കുന്നത്. കാരണം കുറച്ച് ദിവസം അത് കഴിഞ്ഞിട്ട് പിന്നെയും ഉണ്ടാക്കുക ഞാൻ ചെയ്യാറ്. അപ്പോൾ ഞാൻ 2 സ്പൂൺ പച്ചരിയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 സ്പൂൺ ഞാൻ റാഗി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് അടിപൊളി ബ്രൈറ്റനിങ് ഏജൻറ്റാണ്. പക്ഷേ നിങ്ങൾക്കിത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല. പിന്നെ നമ്മൾ അലോവേര മസ്റ്റാണ്, അത് ഒഴിവാക്കരുത്. നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവുന്നതിലൊക്കെ നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നൊരു പ്രൊഡക്റ്റാണ് അലോവേര. അപ്പോൾ അതുകൊണ്ട് അലോവേര ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കോഫി പൗഡറിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഏറ്റവും അടിപൊളി പ്രൊഡക്റ്റാണ്. അപ്പോൾ അത് നമ്മൾ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഈ ബീട്രൂട്ട് നമ്മുടെ സ്കിന്നിന് ഒരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബീട്രൂട്ട് യൂസ് ചെയ്യുന്നത്. നമ്മുടെ കവിളിലൊക്കെ നല്ലൊരു ഗ്ലോ കിട്ടും ഈ ബീട്രൂട്ട് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ 1 സ്പൂൺ ബീട്രൂട്ടിൻ്റെ നീര് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സിയിലിട്ട് നല്ല പോലെ അരച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ അരിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ അരിപ്പ ഒരിക്കലും വെക്കരുത്. അരിപ്പ വെച്ചിട്ട് നമുക്കതിൽ പൊടി പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അരിപ്പ വെക്കാതെ ഇതുപോലൊരു നല്ല പ്യുവർ തുണി എടുത്തിട്ട് അതിൽ ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ നമ്മൾ കൈ വെച്ച് അമർത്തി പിഴിഞ്ഞെടുക്കുക. അങ്ങനെ പിഴിഞ്ഞെടുത്തിട്ട് പിന്നെ ഒന്നുകൂടെ നമ്മൾ ആ പിഴിഞ്ഞെടുത്ത് കിട്ടുന്ന ആ വേസ്റ്റ് ഉണ്ടല്ലോ, അത് മിക്സിയിലിട്ട് അടിച്ചിട്ട് ഒന്നുപോലെ 2 തവണ ഇതുപോലെ പിഴിഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും നമുക്ക് കിട്ടും ഈ 2 സ്പൂണിൽ നിന്ന്. എന്നിട്ട് നമ്മളിത് ഗ്യാസ് ഓണാക്കി അടുപ്പത്ത് വെച്ച് നല്ല പോലെ കുറുക്കി എടുക്കുക കേട്ടോ. നമ്മൾ 100% റിസൾട്ട് കിട്ടുന്ന ഒരു ക്രീമാണ് കേട്ടോ. അത് നിങ്ങൾ തീർച്ചയായും ഇത് ഉണ്ടാക്കി നോക്കണേ. നമ്മളിതൊരു ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട് തന്നെ ഒരാൾക്ക് നമ്മൾ നോക്കിയാൽ മനസ്സിലാവില്ല. കാരണം നമ്മൾ സ്കിന്നിൽ ഇതിട്ട് കഴിഞ്ഞാൽ തന്നെ വേഗം ഒരു 5 മിനിറ്റ് വേണ്ട 2 മിനിറ്റ് കൊണ്ട് തന്നെ സ്കിൻ അത് അബ്സോർബ് ചെയ്തോളും. അപ്പോൾ നമ്മൾ ഗ്യാസിൽ വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ. ഹൈ ഫ്ലെയിമിലിട്ട് അത് ചിലപ്പോൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടൊരു 10-15 മിനിറ്റ് ഒന്നും ഇങ്ങനെ ഇളക്കുമ്പോഴത്തേക്ക് കുറുകി വന്നിട്ട് നല്ലൊരു ലൂസും അല്ല എന്നാൽ തിക്കും അല്ല ഒരു കൺസിസ്റ്റൻസിയിലാവുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം കേട്ടോ. കാരണം പിന്നെ അത് തണുക്കുമ്പോൾ അത് നല്ല സ്റ്റിക്കിയായി തണുത്ത് വന്നോളും. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ഈ ഒരു പരുവത്തിലെത്തുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ക്രീം ഞാൻ അവിടെ തണുത്ത ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഈ ഒരു മൂടിയിലേക്കാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ചാണ് ഞാൻ ഉണ്ടാക്കി വെക്കുക. ഒരു 2-3 ദിവസത്തേക്ക് അല്ലെങ്കിൽ 4-5 ദിവസം അത്രയ്ക്ക് ഞാൻ ഉണ്ടാക്കി വെക്കാറുള്ളൂ. അത് കഴിയുമ്പോൾ പിന്നെ ഞാൻ വേറെ ഉണ്ടാക്കുക ചെയ്യുക. പക്ഷേ നിങ്ങൾക്ക് ഒരാഴ്ചയ്ക്കോ 2 ആഴ്ചയ്ക്കോ അതിനനുസരിച്ച് ഉണ്ടാക്കി വെക്കാം കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നേ ഒരു 10 മിനിറ്റ് വെളിയിലെടുത്ത് വെച്ചിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ അതിൽ കൂടുതൽ ഉണ്ടാക്കി വെക്കേണ്ട. ഒരു 2 ആഴ്ച വരെ മാക്സിമം നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കി വെക്കാം കേട്ടോ. ഇത് നമ്മളിത് ആ ഫേസിൽ ഇങ്ങനെ തേച്ച് കൊടുത്താൽ തന്നെ നല്ല ഫേസ് ഇത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് രാത്രി കിടക്കാൻ പോകുമ്പോൾ കേട്ടോ. ഫേസ് നല്ല പോലെ വാഷ് ചെയ്ത ശേഷം മുഖത്ത് ഇത് ഒരു കുറച്ച് തേച്ചാൽ മതി. ഞാൻ അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ് നിറയെ തേക്കുന്നത്. ഇത്രയൊന്നും നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് നമ്മുടെ ഫേസിൽ സാധാരണ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു ക്രീം ഉണ്ടാവില്ല, എന്തെങ്കിലും ഒരു ഫേസ് ക്രീം, അതെങ്ങനെയാണ് തേക്കുക അതുപോലെ തേച്ച് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ തേച്ച് മുഖത്ത് ഫുള്ള് നല്ല പോലെ അപ്ലൈ ചെയ്ത ശേഷം നമുക്ക് കിടന്നുറങ്ങാം. വേറെ ഒന്നും ചെയ്യണ്ട. കിടന്നുറങ്ങിയിട്ട് രാവിലെ നമ്മൾ എണീറ്റിട്ട് ഒന്ന് ഫേസ് വാഷ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഫേസിൽ മാത്രമല്ല, നിങ്ങൾക്കിത് കൈമുട്ടിലും അതുപോലെ കാൽമുട്ടിലും ഡാർക്കായിട്ട് തോന്നുന്ന എവിടേക്കാണോ അവിടെയൊക്കെ നിങ്ങൾക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. 100% റിസൾട്ട് കിട്ടുന്നൊരു പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഞാനത് കാണിച്ചു തരുന്നത്. നമുക്ക് എളുപ്പത്തിൽ ഇത് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്കിത് ഉണ്ടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ സൺ ടാൻ മാറാൻ അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ